അറിയില്ല ഹരഹര. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ദീച്ചുവിന് ഒരു പിള്ളക്കാവടി എടുക്കാനുള്ള നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ കുട്ടികളെ കാവടിക്കാണ് പിള്ളക്കാവടി എന്ന് പറയുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ ഇന്ന് തൈപ്പൂയ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നാലാളും കൂടിയിട്ട് അങ്ങോട്ട് പോയി. ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ചെന്നപ്പോൾ ഈ ഒരു മയിലിൻ്റെയൊക്കെ ഒരു ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. അവിടെയൊക്കെ തല വെച്ചിട്ടുള്ള ഡാൻസൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ പിന്നെ തൊഴുതോട് താളത്തിനൊക്കെ ഉള്ള ഒരുക്കങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ മാമൻ പൊമ്മി വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ പോയി നോക്കിയപ്പോൾ ആ മാമ അവിടെ ഉണ്ട്. മാമ വന്നിട്ട് തീച്ചിനൊക്കെ എടുത്തൊന്ന് കൊഞ്ചിക്കുകയൊക്കെ ചെയ്ത്. പിന്നെ തേര് വലിക്കില്ലേ, അപ്പോൾ അതിനുള്ള പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, അമ്പലത്തിൽ നിന്ന് കുടിക്കാൻ വിചാരിച്ചിട്ട്. പക്ഷേ 11 മണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഉണ്ടാവും എന്നുള്ള അറിയില്ലായിരുന്നു. പക്ഷേ ചായ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മാത്രം പോയിട്ട് ചായ കുടിച്ചിട്ട് വന്നു. അപ്പോൾ ചായ കുടിച്ച് വരുമ്പോഴത്തേക്കും തേര് പൂജയൊക്കെ കഴിഞ്ഞിട്ട് തേരൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേര് അമ്പലം പ്രദർശനം വെച്ചിട്ട് പോയി. അമ്പലത്തിൽ നിന്ന് വേറൊരു അമ്പലത്തേക്ക് പോയി. അപ്പോൾ തേര് ഇറങ്ങിയപ്പോൾ പിന്നെ കാവടിയുടെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഞാനായിരുന്നു അവളുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ മാലയൊക്കെ ഇട്ടിട്ട് കാവടിയൊക്കെ എടുത്തിട്ട് നമ്മൾ ചെണ്ട കൊട്ടിയിട്ട് അമ്പലം ഒരു 3 പ്രാവശ്യം പ്രദർശനം വെച്ചിട്ടാണ്. പിന്നെ അതിനുശേഷം പാലഭിഷേകത്തിൻ്റെ പാല് കൊണ്ടുള്ള പ്രദർശനമൊക്കെ ഉണ്ടായിരുന്നു. വഴിപാട് നേർന്നവർക്കൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാവടിയുടെ പ്രസാദമായിട്ട് നമുക്ക് തന്നത് ഒരു ഗ്ലാസ്സിൽ പഞ്ചാമൃതം ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കഴിച്ച് പിന്നെ പുഷ്പാഞ്ജലി കഴിച്ചതിന് നമുക്ക് പ്രസാദം ഒരു ഗ്ലാസ്സിലെ പഞ്ചാമൃതവും പിന്നെ കളവും ഭസ്മൊക്കെ കൂടിയിട്ടുള്ളതായിരുന്നു. പിന്നെന്താ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ്. പക്ഷേ ഞാനപ്പോൾ ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവരാരും ചായ കുടിക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേ. പക്ഷേ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ. വെയിറ്റിംഗ് ഫോർ ഫുഡ് ഇല്ലമ്മ, നിദാനത്തിന് സദ്യക്കുള്ള വെയിറ്റിംഗ് ആണ് നമ്മൾ. അപ്പോൾ ഫുഡ് വന്ന് നല്ല ഫുഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ തീച്ചുകൂട്ടനും കൊടുത്തിട്ട് ഞാനും കഴിച്ച്. അപ്പം നമ്മളൊരു സൈഡിൽ ഇരുന്നുകൊണ്ട് വല്ലാണ്ട് തിരക്കറിയണല്ലേ. ഒരു ട്രിപ്പിൽ തന്നെ 100-150 ആൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ കൂടെ നല്ല തിരക്കുണ്ടായിരുന്നു. കൈ കഴുകിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് തിരക്കിൻ്റെ അത് അറിയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് ഒന്നുകൂടി കയറി തൊഴുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ലേറ്റായി, തൊഴുതിട്ടൊക്കെ വരാൻ ലേറ്റായപ്പോൾ അച്ഛനും മോളും കൂടിയിട്ട് ഒരു കളിക്കുന്നതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഇത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആള്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ